വി എസ് രഞ്ജിത്ത് എന്തായാലും ഒരു ഹാപ്പി വിഷു തന്നെ ആദ്യം തന്നെ ആയിരുന്നു. ഒപ്പം വിഷു കൈനീട്ടം, വിഷുക്കണി ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ പ്രവീൺ പറഞ്ഞൊരു കാര്യം, രഞ്ജിത്ത് എന്ന് പറയുന്നത് നമ്മുടെ സീനിയർ ന്യൂസ് എഡിറ്റർ ആണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കൈനീട്ടം ഇന്ന് കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. ഗൂഗിൾ പേ നമ്പർ ഉണ്ട്. അപ്പോൾ അത് ഇപ്പൊ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. വിഷു കൈനീട്ടം നേരിട്ട് തരാൻ പറ്റില്ലല്ലോ എന്ന് പറയാനും പറ്റില്ല. രഞ്ജിത്ത് ഉള്ളത് തിരുവന്നൂർ ക്ഷേത്രത്തിൽ നിന്നാണ്. രഞ്ജിത്ത് ഇപ്പോൾ എന്താണ് ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ട്. അതെ, ഈ ലൈവ് കഴിയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആര്യയും ശ്രുതിയുമാണ്. ആര്യ, വിഷു കൈനീട്ടം രണ്ടുപേർക്കും ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. എന്റെ നമ്പർ തിരിച്ചും തരുന്നുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണമെന്നാണല്ലോ. മുതിർന്നവർ താഴെയുള്ളവർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഞങ്ങളെ നിയമം ഒന്നും തെറ്റിക്കാറില്ല. അല്ല, ഞാൻ പ്രായം വെളിപ്പെടുത്താത്തോണ്ടുള്ള പ്രശ്നമുണ്ട്. ഞാൻ ഏതായാലും ആര്യശ്രുതി, ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് തിരുവണ്ണൂരിലെ ഇവിടുത്തെ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ്. പക്ഷേ ക്ഷേത്രത്തിൻ്റെ കണി ചടങ്ങിലല്ല, വിഷുക്കണി ചടങ്ങിലല്ല. ഇത് നാട്ടുകാരുടെ, സാധാരണ നമ്മളെ ക്ഷേത്രത്തിലും വീട്ടിലൊക്കെ കണിയൊരുക്കുമ്പോൾ ഇത് ഇവിടുത്തെ നാട്ടുകാർ മൊത്തത്തിൽ ഇവിടുത്തെ ജനകീയ കൂട്ടായ്മയിൽ ഒരുക്കിയ ഒരു കണി ദർശനമാണ്. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് കണി ദർശനം ഉണ്ടായിരുന്നത്. അതിൻ്റെ ദീപങ്ങളൊക്കെ അണഞ്ഞു തുടങ്ങി. എങ്കിൽ കൂടി ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്. കാരണം സാധാരണ നമ്മൾ ക്ഷേത്രങ്ങൾ, ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലോ ശബരിമല ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി അവിടുത്തെ കണി കാണുമ്പോൾ ഇത് നാട്ടുകാരൊന്ന് കണി ദർശനം ഒരുക്കുകയും ആ കണി ദർശനത്തിൽ എല്ലാവർക്കും ഇതൊരു സമ്പൽ സമൃദ്ധിയുടെയും കാർഷികോത്സവം എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരു പുതുവർഷ പുലരി എന്നൊക്കെ പറയുമ്പോൾ അത് നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ജനകീയ കൂട്ടായ്മ ഈ തിരുവണ്ണൂർ ക്ഷേത്രത്തിൻ്റെ നടക്കൽ ഈ ആൽത്തറയോട് ചേർന്ന് വലിയ ഒരു കണിദർശനം ഒരുക്കിയിരിക്കുന്നു. പുലർച്ചയ്ക്ക് ഇന്ന് മേയർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു. ഈ നാട്ടുകാരൻ കൂടിയായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ നിരവധി ആളുകൾ, ഈ ക്ഷേത്രത്തിൽ വരുന്ന ആളുകളൊക്കെ ഇവിടെ വന്ന് ഇവിടെ തൊഴുത് ഇവിടുത്തെ കണിദർശനം കൂടി കണ്ടിട്ടാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. ഈ കണ്ണാടി വെച്ചത് കണ്ണാടിയിൽ നമ്മൾ ഇവിടെ നിന്നിട്ട് കാണുമ്പോൾ അവരെ തന്നെ കാണുകയാണ്. തത്വമസി അങ്ങനെയൊക്കെ പറയാവുന്ന, ഇപ്പം നാരായണ ഗുരു ഇങ്ങനെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതുപോലെ അപ്പോൾ അത് കൂടെ ഒരു പ്രതീകമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പം, മാത്രമല്ല ഇത്രയും വലിയൊരു ഫിഗറാണല്ലോ, അപ്പോൾ ഫിഗർ നോക്കി നിൽക്കുമ്പം അവരെ തന്നെ കാണട്ടെ, അവരുടെ ഒരു പ്രതിബിംബം നമ്മൾ കാണുക എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ജനകീയ കൂട്ടായ്മ രൂപപ്പെടുന്നത്? ഈ ആൽത്തറ കൂട്ടം പോലെ ഒരു ജനകീയ കൂട്ടായ്മ രൂപപ്പെട്ടതാണ്. ഇവിടെ നമ്മളെ പല കാര്യങ്ങൾക്കും, ഇവിടെ എന്തൊരു പരിപാടിക്കും ഇറങ്ങിത്തിരിച്ചാലും ഒരു കൂട്ടം ഉണ്ടാവും. അത് ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വിഷുവും പെരുന്നാളും ഒന്നിച്ചു വന്നപ്പം കുറച്ച് പേരോടൊന്ന് സംസാരിച്ചപ്പം അവരെല്ലാവരും കൂടെ കണ്ണി ചേർന്ന് ഈ വൃക്ഷത്തിനെ പോലെ ഇതിൻ്റെ വിത്ത് എന്താണോ ആ വിത്ത് നിന്നാണല്ലോ ഈ വലിയൊരു മഹാവൃക്ഷം ഉണ്ടായത്. അങ്ങനെ ഒരുപാട് പേര് ചേർന്നിട്ട് ഉണ്ടാക്കി തന്ന് നമ്മൾ ആദ്യം ഒരു ഇഫ്താർ നടത്തി. അതിഗംഭീര വിജയമായിരുന്നു. ഇതൊന്നാമത് ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു നടയാണ്. തിരുവണ്ണൂർ നട എന്ന് പറഞ്ഞത് തിരുവണ്ണൂരിലെ വലിയൊരു ക്ഷേത്രത്തിൻ്റെ നട എന്നുള്ളൊരു പേരിലും കൂടിയാണ് അങ്ങനെ അറിയപ്പെടുന്നത്. അവിടെ സാധാരണ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധപ്പെട്ട അന്നദാനമൊക്കെ നടക്കാറുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ഇഫ്താർ സംഘടിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ കണി ഇല്ലല്ലോ, അങ്ങനെ ഒരു കണി സാധാരണ ഇല്ലല്ലോ. ഒരു മഹാകണിയാണ് അല്ലേ? അതെ, ഇതൊരു വലിയൊരു കണിയായി മാറി. രാവിലെ മേയർ ഉൾപ്പെടെയുള്ള ആളുകളും എല്ലാവരും വന്നു, മേയർ വന്നു. രാവിലെ 5 മണിക്ക് തുടങ്ങാമെന്ന് നമ്മൾ പറഞ്ഞെങ്കിലും നമുക്ക് സാധാരണ അങ്ങനെയുള്ളൊരു കുറച്ച് സമയം, പക്ഷേ 5:15 തുടങ്ങേണ്ട അവസ്ഥയായി. കാരണം 5 മണിക്ക് വലിയൊരു ജനം ഉണ്ടായി. കാരണം ഇപ്പോൾ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിൽ അതുപോലെ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ സാധാരണ ഈ സമയത്ത് ഇത്ര ഒരു ജനത്തിനെ കാണാറുള്ളൂ. ആൾക്കൂട്ടം ഉണ്ടായി, വലിയൊരു ആൾക്കൂട്ടം. ഓക്കെ. ശ്രുതി, ഇത് വേറൊരു പ്രത്യേകത കൂടി ഉള്ളത്, ഇത് ഈ തിരുവണ്ണൂരിൽ നമ്മുടെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ നാടാണ്. അദ്ദേഹത്തിൻ്റെ നരൻ എന്ന് പറയുന്ന സിനിമയിൽ ഈ ശൂരൻപട എന്ന് പറയുന്ന സംഭവം, അത് ഇവിടെ ശൂരസംഹാര മഹോത്സവം നടക്കുന്ന ഇവിടെയാണ്. അദ്ദേഹം ആ സിനിമയിൽ വേൽമുരുക എന്നുള്ള ഗാനം എഴുതുന്നത് ഈ നാടിൻ്റെ ഒരു ഉത്സവമായിട്ടുള്ള ശൂരൻപടയെക്കുറിച്ചാണ്. അപ്പോൾ അതെല്ലാം കൂടി ചേർന്ന് വലിയ ചരിത്രമൊക്കെയുള്ള സാക്ഷാൽ സാമൂതിരിപ്പാട് ശരിക്കും ഈ തിരുവണ്ണൂർ കോവിലകത്തിൻ്റെ ആളാണ്. അദ്ദേഹം ഇവിടെയാണ് താമസം. അപ്പോൾ അങ്ങനെ കോഴിക്കോടിനെ സംബന്ധിച്ച് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ഈ തിരുവണ്ണൂർ. ആ തിരുവണ്ണൂരിലെ നാട്ടുകാർ ജനകീയമായി ഒരു ഉത്സവമാക്കി ഈ വിഷുക്കണിയെ തീർത്തിരിക്കുന്നു. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും
ഇവിടേക്ക് ഒന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും വിഷുക്കണിയും ഇത്തരം ഉത്സവങ്ങളും ഒക്കെ നാടിൻ്റേത് കൂടിയായി മാറേണ്ടതുണ്ട്. നമ്മൾ വ്യക്തിഗതമായി ഒതുങ്ങുന്നതിന് പകരം വലിയൊരു നാടിൻ്റെ ഉത്സവമായി ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ഇഫ്താർ വിരുന്നൊക്കെ നടന്ന നാട് കൂടിയാണ്. ഇഫ്താർ വിരുന്ന് നടന്ന അതേ വേദിയിൽ വലിയൊരു കണി കൂടി ശരി രഞ്ജിത്ത്, എന്തായാലും രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ഒരു ഒത്തൊരുമ എത്രത്തോളമാണെന്ന് നമുക്ക് കാണിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ആ ഒരു ഒത്തൊരുമ തന്നെയാണ് അവിടെ ആ നാട്ടിൽ നിന്ന് കാണാനും കഴിഞ്ഞത്. വി എസ് രഞ്ജിത്ത് നമുക്ക് കാണിച്ചു തരികയും ചെയ്തത്. രഞ്ജിത്തിലേക്കൊക്കെ നമുക്ക് തിരിച്ചെത്താം. നമുക്ക്